ബെഷമൽ സോസ് പാസ്ത സംഗതി ഇതൊരു ഫ്രഞ്ച് ഡിഷാണെങ്കിലും ഇത് ഈജിപ്ഷ്യൻസിന്റെ ഒരു പ്രിയപ്പെട്ട ഡിഷായി മാറി. ഞാനിത് ആദ്യമായിട്ട് ടേസ്റ്റ് ചെയ്യണത് എന്റെ കൊളീഗിന്റെ വൈഫ് നാട്ടിൽ നിന്ന് വന്നപ്പോഴാണ്. അതോടെ നമ്മൾ ഇതിന്റെ ഒരു ആരാധകനായി മാറി. ഇതിന്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കൈ വൃത്തിയാക്കിയ പാസ്ത ഒലീവ് ഓയിലും ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കണം. ഞാനിവിടെ ഒരു 3 കപ്പ് പാസ്തയാണ് എടുത്തിട്ടുള്ളത്. പാസ്ത അതുപോലെ നന്നായി കുക്കായി കഴിഞ്ഞാൽ തണുത്ത വെള്ളത്തിലിട്ട് ഊറ്റിയെടുത്തിട്ട് മാറ്റി വെക്കണം. അടുത്തത് നമ്മൾ ഇതിൽ ചേർക്കാനുള്ള ബീഫിൻ്റെ മിക്സ് റെഡിയാക്കണം. അതിനായിട്ട് ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് അതിൽ ഒലീവ് ഓയിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കണം. ഒലീവ് ഓയിൽ ചൂടായി കഴിഞ്ഞാൽ കൊത്തിയരിഞ്ഞ സവാള ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. സവാള വഴറ്റുമ്പോൾ പാകത്തിന് ഉപ്പ് ചേർക്കാൻ മറക്കരുത്. സവാള നല്ലോണം മൂത്ത് ഇതുപോലെ ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ നമ്മൾ കൊത്തി അരിഞ്ഞ ഗാർലിക്ക് ചേർത്ത് കൊടുക്കണം. ഗാർലിക്ക് നന്നായി മൂത്ത് അതിൻ്റെ പച്ചമണമൊക്കെ മാറി ഒരു വിധം റെഡി ആയിട്ട് വരുമ്പോൾ നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കണം. ബീഫ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂണ് ടൊമാറ്റോ പേസ്റ്റും ഒരു 1/4 ടേബിൾ സ്പൂൺ ഗരം മസാലയും ഒരു 1/2 ടേബിൾ സ്പൂണ് ബ്ലാക്ക് പെപ്പർ പൗഡറും ചേർത്ത് കൊടുക്കണം. മസാല ആയിട്ട് നമ്മൾ ഇത്രയും ഐറ്റംസ് ഇതിൽ ചേർക്കണുള്ളൂ. മസാല എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിനു ശേഷം ഒരു 10 മിനിറ്റ് ചെറിയ തീയിൽ നന്നായിട്ട് വേവിച്ചെടുക്കണം. ബീഫ് ഒരു 80% വെന്ത് കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ ബീഫ് എടുത്തിട്ട് മാറ്റി വെക്കാം. ഇനിയാണ് നമ്മളെ മെയിൻ ഐറ്റം ബെഷമൽ സോസിൻ്റെ പ്രിപ്പറേഷൻ. അതിനായിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിൽ ബട്ടർ ഒഴിച്ചിട്ട് ഉരുക്കണം. ബട്ടർ ഏകദേശം ചൂടായി നല്ല ഉരുകി വരുമ്പോൾ അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ ഓൾ പർപ്പസ് ഫ്ലോർ അഥവാ മൈദ ചേർത്ത് കൊടുക്കണം. ബട്ടറും മൈദയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിനു ശേഷം ഒരു 3 കപ്പ് പാല് 1/1 ആയിട്ട് അതിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കുറുക്കിയെടുക്കണം. നമ്മൾ സോസ് ഏതാണ്ട് നന്നായി കുറുകി ഏതാണ്ട് ഈ ഒരു കൺസിസ്റ്റൻസി എത്തുമ്പോൾ പാകത്തിന് ഉപ്പും 1/2 ടേബിൾ സ്പൂണ് ബ്ലാക്ക് പെപ്പർ പൗഡറും ഒരു 1/4 ടേബിൾ സ്പൂൺ ഗാർലിക് പൗഡറും ഒരു 1/4 ടേബിൾ സ്പൂണ് നട്ട്മെഗ് പൗഡർ അഥവാ ജാതിക്കൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കണം. എൻ്റെ കയ്യിൽ ഇവിടെ ജാതിക്കൻ്റെ പൊടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ഗരം മസാലയാണ് ചേർത്തിട്ടുള്ളത്. ഇപ്പം നമ്മൾ സ്പൈസസ് ഒക്കെ ചേർത്ത് ഒരു 5 മിനിറ്റ് ചെറിയ തീയിലൊന്ന് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ബെഷമൽ സോസ് റെഡിയായി. ഇനി നമ്മൾ ഇതുവരെ കുക്ക് ചെയ്തിട്ടുള്ള എല്ലാ ഐറ്റംസും കൂടെ ഓവനിലൊന്ന് ബേക്ക് ചെയ്തിട്ട് എടുക്കണം. അതിൻ്റെ ഒരു അലൂമിനിയം കണ്ടെയ്നർ എടുത്തതിന് ശേഷം ആദ്യം നമ്മൾ ബെഷമൽ സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കണം അടിയിൽ. പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള പാസ്ത ഇട്ട് കൊടുക്കണം. പാസ്ത മുകളിൽ നല്ല നിരത്തിയിട്ടെടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കണം അടുത്ത ലെയറായിട്ട്. ബീഫിൻ്റെ മിക്സ് ഇട്ട് കൊടുത്തതിന് ശേഷം ഏറ്റവും മുകളിൽ ബാക്കിയുള്ള ബെഷമൽ സോസും കൂടെ വെച്ചിട്ട് ഒരു സ്പാച്ചില വെച്ചിട്ട് മുകളൊക്കെ ഒന്ന് നിരത്തായി കൊടുക്കണം. ഇത്രയും റെഡി ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ നമ്മൾ മൊസറല്ല ചീസ് വിതറിയതിന് ശേഷം ഒരു മുട്ട അടിച്ചിട്ട് അതിൻ്റെ മേലെ കൂടെ ഒഴിച്ചു കൊടുക്കണം. ഇനി ഇത് നമ്മൾ ഓവനിൽ ഒരു 1/2 മണിക്കൂർ ബോട്ടം കോയിലിൽ കുക്ക് ചെയ്തിട്ടെടുക്കണം. 1/2 മണിക്കൂർ ബോട്ടം കോയിൽ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടോപ്പ് ആൻഡ് ബോട്ടം കോയിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് കൂടെ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഐറ്റം റെഡിയായി. അപ്പോൾ മക്കളെ, ഇതാണ് നമ്മളെ ബെഷമൽ സോസ് പാസ്ത. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി ഐറ്റംസ് ആയിട്ട് ഞാനിവിടെയൊക്കെ തന്നെ ഉണ്ടാവും. താങ്ക്സ് ഫോർ വാച്ചിങ് അൽ പ്രവാസി ബാജിലേഴ്സ് കിച്ചൺ.